ഉൾവലിഞ്ഞു നിൽക്കുന്ന പ്രവണതയുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ പൊതുവെ ഇൻട്രോവേർട്ടുകൾ എന്നങ്ങ് വിളിക്കും അല്ലെ. നാണം കൂടുതലുള്ളവർ, ബുദ്ധിജീവികൾ, പരുഷമായി പെരുമാറുന്നവർ, ഇവരെല്ലാമാണ് നമുക്ക് ഇൻട്രോവേർട്ടുകൾ. എന്നാൽ അത് ശരിയാകണം എന്ന് നിർബന്ധമില്ല. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണോ? എങ്ങനെ തിരിച്ചറിയാനായി സാധിക്കും? ഒന്നാമത്തെ കാര്യം, ചെറിയ സൗഹൃദ വലയമായിരിക്കും ഉണ്ടായിരിക്കുക. ചെറിയ സൗഹൃദ വലയം എന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയ ആൾക്കാരുമായിട്ട് ഇടപഴകാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെട്ട് അങ്ങോട്ട് ചെന്നൊരു സൗഹൃദം സ്ഥാപിക്കാനോ ഒന്നും കഴിയണമെന്ന് നിർബന്ധമില്ല. രണ്ട്, ഇവർക്ക് ഒരുപാട് ഒബ്സർവേഷൻ സ്കിൽസ് കൂടുതലായിരിക്കും. ഈ പുതിയ വ്യക്തികളെ ഒക്കെ ഒരുപാട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അവരൊരു സൗഹൃദം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുക. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് നല്ല ഒബ്സർവേഷൻ ഉണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരുപാട് എനർജറ്റിക് ആകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ അവർ ഒറ്റയ്ക്ക് ഒഴിഞ്ഞു മാറിയിരിക്കുമ്പോൾ വളരെ ഡിപ്രഷനിലേക്ക് പോവുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടായിരിക്കില്ല. നമ്മൾ എക്സ്ട്രോവേർട്ടുകൾ എങ്ങനെയാണോ ഒരാൾക്കൂട്ടത്തിനിടയിൽ വളരെ എനർജറ്റിക് ആകുന്നത്, അതേ രീതിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഇവർക്ക് സാധിക്കുക എന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് തിരക്കുള്ള ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, ഇവിടെയൊക്കെ ഇവർക്ക് വളരെ ശ്രദ്ധ കുറവായിരിക്കും. അവർക്ക് അവരുടേതായ ഒരു ചിട്ടയുണ്ട്. ആ രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നത്. പൊതുവെ ഇവർക്ക് ഭയങ്കര നാണം കൂടുതലാണ് നമ്മൾ പറയുന്നത്. അവർ നിശബ്ദത പാലിക്കാൻ ഇഷ്ടപ്പെടുന്നു. സ്വഭാവത്തിൽ, പെരുമാറ്റത്തിലൊക്കെ ഒരു സംയമനം കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സെൽഫ് അവയർനെസ്സും ഇവർക്ക് വളരെ കൂടുതലായി